ഇതില് നമ്മൾക്ക് അവനെ പിടിക്കണം കേട്ടോ. ഹലോ ഗായ്സ്, വെൽക്കം ടു ഹാപ്പി ബേബി ഫിഷ്. ഗായ്സ്, ഞാൻ ഒരു അടിപൊളി സ്പോട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ ഒരു ലോഡ് മീനാണ് പിടിച്ചു വെച്ചിട്ടുള്ളത്. മീനെന്ന് വെച്ചാൽ പരൽ മീനെന്നല്ല, വരാല് വരാല്. അടിച്ചോ? അയ്യോ, നീ എന്താ സന്തോഷം? അങ്ങനെ നിന്നോ? ഓക്കെ ഓക്കെ ഓക്കെ, മൊത്തം നനഞ്ഞു, കുഴപ്പമില്ല. മീൻ കിട്ടിയാ മതി. എടാ ഒന്ന് പിടിക്കട്ടെടാ, ഞാൻ ഒന്ന് പിടിക്കട്ടെടാ. അയ്യോ, ഇവിടെ എന്താ? ആദ്യം ഒന്ന് സ്ട്രൈക്ക് ചെയ്യട്ടെ. സ്ട്രൈക്ക് ചെയ്യുന്നില്ല, അതാണ്. എത്ര വലുതാ നിങ്ങൾ പിടിച്ചേ? ഇനി ആർക്കാ അടുത്ത പ്രാല് കേറുക? സാധനം ഉണ്ട്, കൊറേ ഉണ്ട്. ആ, അത് വലുതായിരുന്നു കേട്ടാ. അതോ വീടല്ലേ? അമ്മേ, ഇവിടെ മറ്റു സാധനം കുറവാ. വരമ്പ് ഇവിടെ, വരമ്പ് ഭയങ്കര കുറവ് പോലെ. ആ, മാറിക്കൊണ്ട് അവിടെ നോക്ക്, വലുത് പൊളയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് മിണ്ടാണ്ടിരിക്കാം. ഞങ്ങള് നാളെ രാവിലെ 6 മണിക്ക് ഇവിടെ എത്തുന്നു. എന്നാ ഞങ്ങള് പോണില്ല, ഞങ്ങൾ ഇവിടെ തന്നെ. നമുക്ക് ഫുഡൊന്നും വേണ്ട, മീൻ കിട്ടിയാ മതി. അതോ കുട്ടികളല്ലത്. ഞാൻ പിടിക്കാം. അതിനത് എനിക്ക് തന്നെ കിട്ടണമെന്നില്ല കുട്ടി. നല്ല വെള്ളം കുടിക്കണ്ട. എന്താണിത്? ദിനോസറാ. ഭയങ്കര സാഹസികമാണ്. ആ, അതാ വരമ്പ് കിട്ടി, വരമ്പ് കിട്ടി. അവിടെ എല്ലാം അവിടെ ഉണ്ട്. എന്റെ അമ്മേ, അയ്യോ, ചാക്കെടുത്തില്ലല്ലോ. ചാക്കല്ല, സഞ്ചി. ഇവിടെ ആദ്യം വഴിയുണ്ട് നോക്കട്ടെ. ഇവിടെ ചിലപ്പോ പാമ്പൊക്കെ ഉണ്ടാവോന്ന് എനിക്കൊരു പേടി. അച്ഛനെ, വരമ്പ് അവിടെ, വരമ്പേ ഇല്ല. നമ്മളില്ലേ വരാല് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഫേവറേറ്റ് സ്പോട്ടിൽ വന്നിരിക്കുകയാണ്. ഇവിടുത്തെ അവസ്ഥ കുറച്ച് ഇതാണെങ്കിലും അവിടെ കുറേ വരാലുണ്ട് ഗൈസ്. അതാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. എത്രയോ വലിയ വരാലിൻ്റെ ആണെന്നറിയോ. പക്ഷെ എനിക്കൊരു സ്ട്രൈക്ക് പോലും കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ തിരിച്ച് നടക്കുകയാണ്. അപ്പുറത്തൊരു കാടുണ്ട്, അങ്ങോട്ട് പോവാം. പോകുമ്പോൾ നേരെ നോക്കി നടന്നില്ലെങ്കിൽ താഴത്ത് ഉറപ്പായും വീഴും. അമ്മേ, ഇവിടെ ഒരു വലിയ വരാൽ വന്നിട്ട് പോയി. ഗൈസ്, എന്താന്നറിയില്ല, നമ്മൾ എത്ര നേരം ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കണല്ലേ, കിട്ടുന്നേ ഇല്ല കേട്ടോ. എന്തായാലും കുറച്ചു നേരം കൂടി നോക്കാം, എന്നിട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മൾക്ക് അപ്പുറത്ത് പോവാട്ടോ. പക്ഷേ എനിക്ക് മാത്രം കിട്ടണില്ല. അമ്മേ, ഒരുത്തൻ. ഓ സത്യം ഹെവി, ഇവിടെ ഒരുത്തൻ ഹെവി. അതാണ് ഞാൻ ഇവിടെ തന്നെ നിക്കണേ. പക്ഷേ കളയില്ല. ഇത് പോവോ ചേട്ടാ? വീടുണ്ട്. എത്ര വലുത് നോക്ക്. പൊങ്ങണില്ല. ഓ, വലുത്. പിടിച്ച്
വീട് ഞാൻ പിന്നെ എടുത്തു. അമ്മ നോക്ക് അതിന്റെ സൈസ്. ഗൈസ് കുറച്ച് നേരമായി അവൻ മീന് കിട്ടിയോന്ന് ചോദിക്കണത്. ഇപ്പൊ അവനേക്കാൾ വലിയ മീന് ഞാൻ പിടിച്ചിട്ടുണ്ട്. അവനെ കൊണ്ട് കാണിച്ചു കൊടുക്കട്ടെ. വലുത്, നീ പിടിച്ചതിനേക്കാൾ വലുത്. നമ്മൾ ഇത്രയും കാലം പിടിച്ചതിനേക്കാൾ വലുത്. അമ്മ പൊളിച്ചത് നോക്കതിന്റെ പോയി. ഗൈസ് നമ്മൾ ഇതുവരെ പിടിച്ചതിനേക്കാളും വലുതാണെന്ന് ഞാൻ വിചാരിക്കണത്. കണ്ടാ, നാടൻ വ്രാലാണോ വ്രാലാണോ എന്ന് എനിക്കറിയില്ല. കുറെ നേരമായി നമ്മളെ കിടന്ന് 4 ആള് കിടന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. എന്തായാലും പിടിച്ച്. എന്റെ റോഡൊക്കെ ഇങ്ങനെ വളഞ്ഞു. ഞാൻ പൊട്ടോന്ന് വിചാരിച്ച്. ഞാൻ ലാസ്റ്റ് ടൈമിലാണ് ഇത് ഓണാക്കിയത്. എനിക്ക് പറയാനൊന്നും കിട്ടുന്നില്ല. പക്ഷെ എന്റെ തല കണ്ട, തല എന്റെ കൈയിന്റെ അത്രയുണ്ട്. ഗൈസ് ഒന്ന് നമ്മൾക്ക് പിടിച്ച വലുതിനെ നമ്മൾ പിടിച്ചില്ലേ. അപ്പൊ അതുകൊണ്ട് ഞാൻ വീണ്ടും വന്നിട്ടുണ്ട്. കാരണം സമയമായിട്ടില്ല, കുറച്ച് ഒരു ഇരുട്ടാവട്ടെ. അപ്പൊ അതുവരെ നമുക്ക് പിടിക്കാം. എന്തായാലും ഇത് ഇവിടെ ഒരു ആക്ടിവിറ്റി കാണുന്നുണ്ട് കേട്ടോ. അപ്പൊ അവനെ കിട്ടുമോന്നാണ് ഞാനിപ്പോ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓ മൈ ഗോഷ്, കിട്ടി സ്ട്രൈക്ക് കിട്ടി. നാളെ 5:30 എണീച്ചിട്ട് വരാട്ടാ. എന്റെ കണ്ടാ അടിച്ചത്? അങ്ങോട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ട്, കാണിച്ചരാ. ഇവിടുന്ന് ഒരു സ്ട്രൈക്ക് കിട്ടി, അതിന് പിടിക്കാനാ നോക്കിക്കൊണ്ടിരിക്കണേ. ഗൈസ് നമ്മള് പിറ്റേ ദിവസം 6 മണിക്ക് സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. അത് നോക്ക്, ഷർട്ട് പോലും ഇടാനുള്ള സമയമില്ലാണ്ടാണ് 2 ആൾ അവിടെ മീൻ പിടിച്ചോണ്ടിരിക്കുന്നുണ്ട്. കണ്ടാ കിട്ടിയാ സൂക്ഷിച്ചിറങ്ങണം, എല്ലാം പ്രശ്നമാണ്. പഠിച്ചവനേ. ഗൈസ് എല്ലാവർക്കും നല്ല മീൻ കിട്ടിയതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. എൻ്റെ റീല് ചെറുതായിട്ടൊരു പിടുത്തമുണ്ട്. എനിക്ക് അറിഞ്ഞൂടാ കംപ്ലൈൻ്റ് ആയതാണോ എന്ന്. നമുക്കെന്തായാലും നോക്കാം. സ്ട്രൈക്കില്ല, പക്ഷെ ആക്ടിവിറ്റി കുറേ. അമ്മീ അതെന്തൊട്ട സാധനം മറിയണത്. അവ എന്താ എത്രയോ വരാല്. വെള്ളം പോലെ തളിക്ക. അവിടുന്ന് കാസ്റ്റ് ചെയ്യ അങ്ങോട്ട്. അമ്മീ പാമ്പ്. അത് അവിടെ ഉണ്ട്. സൂക്ഷിക്കണേ. എന്നെ നോക്ക്. അതാ അവിടെ. കല്ലെടുത്ത് എറിഞ്ഞാലോ? നിക്ക, എനിക്ക് പേടിയാവണോ. ഭാഗ്യം വരാലാണ് പറഞ്ഞിട്ട് പാമ്പ് കിട്ടാത്തത്. അല്ലെങ്കിൽ ഇപ്പൊ അവനെ ടാർഗറ്റ് ചെയ്തതിന് എന്ത് ചെയ്യും? ഓട്ടിച്ച് വിട്ടാലോ? ഫ്രോഗ് വലിക്കില്ലേ, അവൻ ഫ്രോഗില് കുടുങ്ങും. കണ്ണ് കാണുന്നില്ല. കണ്ടാ പാമ്പിനെ? കണ്ടാ പോയാ? സൗണ്ട് എങ്ങനെ? എവിടെ? എടാ പേടിപ്പിക്കല്ലേടാ, അല്ലെങ്കിൽ പേടിച്ചിട്ട് വയ്യ. കിട്ടി കുഞ്ഞത് വേണ്ട. ഞാൻ അങ്ങോട്ട് വരാം. ഗൈസ് ഫൈനലി അടിച്ച്. എൻ്റെ പൊന്നെ, എത്ര സമയം എടുത്തെന്ന് അറിഞ്ഞടിക്കാൻ. ഇനി നേരെ ഹുക്കപ്പായിട്ടുണ്ടോ നോക്കട്ടെ, അല്ലെങ്കിൽ അവൻ ചാടി പോവും. പുതിയ ഫ്രോഗിലാണ് അടിച്ചിരിക്കണത്. നേരെ ഹുക്കപ്പ് ആയിട്ടില്ല തോന്നുന്നുണ്ട്. ആ അമ്മച്ചി, അണ്ണാക്കി കൂടി കയറിയിരിക്കണത് കണ്ടോ. കുഞ്ഞ് ബ്രാലാണ് എന്ന് വിചാരിച്ചാൽ കുഞ്ഞ് തന്നെ. അമ്മി ചിലപ്പോ പോവും. സെറ്റ് എങ്ങനെയുണ്ട്? കണ്ടാ, അപ്പ ചെറിയ ബ്രാലിന്നായി. കുറച്ച് നേരമായി നമ്മൾ കഷ്ടപ്പെടുന്നു. ഫൈനലി നമ്മൾക്ക് ബ്രാലി കിട്ടി. നമ്മളിനിയില്ലേ കവറിലിടാൻ വേണ്ടി പോവാണ്. നമ്മുടെ പുതിയ ഫ്രോഗിലാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. വെറുതെ അല്ല, മറ്റേ ഫ്രോഗ് കേടുവന്നു, അതാണ് ഇത്ര നേരം കിട്ടാത്തത്. ഇനിയാണ് അടുത്ത ട്വിസ്റ്റ്. ഇതെവിടെ എവിടെയോ ഒരു വളവുണ്ട്, അതിൽ നോക്കി നടന്നില്ലെങ്കിൽ 1 പ്രാവശ്യമല്ലേ 2 പ്രാവശ്യം വീഴും. അങ്ങനത്തെ ഒരു സ്ഥലമാണ്. അമ്മ വീണ്, ഞാൻ പറഞ്ഞില്ലേ. മിക്കവാറും ഇതിപ്പോ പോവും.
അതുറപ്പാ. സത്യം ക്യാമറ ഓഫ് ചെയ്ത് അപ്പൊ മീനടിക്കും. ഇത് വരാല ഫ്രോഗിലും അതാ കളയല്ലേ ഗൈസ്. ഈ 2 കുട്ടികൾ ആദ്യമായിട്ട് ഫ്രോഗി പിടിച്ച് വരാല് കണ്ടാ. നല്ല സൈസ് ഉണ്ട്. വേണ്ട വേണ്ട വെള്ളം എന്താ പൊന്നെ, നല്ല സൈസ് ഉണ്ട് കേട്ടോ. അമ്മ എന്താണിത്, മുതലയോ? അവന്റെ മേലെ ആയത് ഈ പൊട്ടൊക്കെ പരന്ന്. എന്റെ അമ്മ കാണണ്ട. മോത്ത് വരാല് ചാടി ദേ പിടിച്ചു. ആദ്യമായിട്ട് ഫ്രോഗി പിടിച്ചപ്പോ എന്തായിരുന്നു എക്സ്പീരിയൻസ്? നല്ല രസം ഉണ്ടായിരുന്നു. സൈസ് തന്നെ. ഓ നീലയെ പച്ച പോലത്തെ പോലല്ലേ, ഫോക്കസ് ആവണില്ല. നീ പച്ച കളറ് പോലെ നല്ല രസമുണ്ടല്ലേ കാണാൻ. ചേച്ചിയുടെ വലുത് ഞങ്ങൾക്കാണ്, ഞാൻ ചേച്ചിക്ക് തരാം. അയ്യാട്ടാ അയ്യാട്ടാ. ചേച്ചിയുടെ വലുത് ഗൈസ് കണ്ട കാണിച്ചു കൊടുക്കാം. വൈകുന്നേരം ആയത് ഞാനും എന്റെ ഇതാ പടയാളികള് എന്റെ കുട്ടിപ്പട്ടാളമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അത് അവിടെ അടിച്ച ഞങ്ങൾക്ക് കിട്ടി, ഞങ്ങൾക്ക് കിട്ടി. നമ്മക്ക് അടിച്ച് എന്തൊക്കെയായിരുന്നു കണ്ട 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 ഗായ്സ്. അപ്പൊ നമ്മുടെ വീണ്ടും ലാർക്കിന്റെ എക്സോട്ടിക്കിലാണ് കേട്ടോ അടിച്ചത്. ഒരു സ്ട്രൈക്ക് കിട്ടി, രണ്ടാമത് അവന് അടിച്ച് ഇതാ അണ്ണാക്കി കയറിയിട്ടുണ്ട്. ഒരു ഭാഗ്യല്ലേ, കഴിവ്, വെറും കഴിവ്. എന്താ നിങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടിയ കഴിവ് ഞങ്ങൾ കിട്ടിയ ഭാഗ്യല്ലേ. ഇപ്പൊ കാണിച്ചു തരാം പതുക്കെ പതുക്കെ. എന്താല്ലേ കയറെടുക്കണേ കയറെടുക്കണേ ഇരിക്കണം നമുക്ക്. അങ്ങനെ പിടിച്ചോട്ടെ മകനെ, നിന്നിലാണ് എന്റെ വിശ്വാസം, എന്റെ വിരലും എന്റെ കൈയൊക്കെ. ഉള്ളിലേക്ക് തള്ളിയിട്ടൊരു വലിയ വിളിച്ചു നോക്കിയ നോക്കി വിളിക്കട്ടെ. എന്റെ കൈയുണ്ട്. അമ്മേ എനിക്ക് പേടിയാവണ്. വരാല് പിടിക്കാൻ പഠിച്ചു, പക്ഷെ ഇത് ഫ്രോഗ് എടുക്കാൻ അതിന്റെ വായിന്റെ ഉള്ളിൽ നിന്ന് എടുക്കാൻ പഠിച്ചിട്ടില്ല. എനിക്ക് പേടിയാവണം. അവന്റെ പല്ല് എടുത്തോ പേടിക്കണ്ട. ചത്തവൻ. അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. അയ്യോ ഇതിന്റെ വായിന്റെ ഉള്ളിൽ നിന്ന് ഫുള്ള് മറ്റേ പ്രാണി വീരണ. അത് കാണുമ്പോ തന്നെ എന്തോ ആവണോ അടച്ചനെ. ഗൈസ് ഹുക്കപ്പായിരിക്കുന്ന കണ്ടോ, ഒരു രക്ഷയില്ലാത്ത ഹുക്കാണ്. ഉള്ളിൽ അങ്ങനെ കേറി പോയിട്ടുണ്ട്. ഇതേ കണ്ടോ, ഇതിന്റെ വായ് കണ്ടോ, വരാലിന്റെ വായാണെന്ന് പോലും അറിയില്ല. കണ്ടോ വരാലിന്റെ വായ് തന്നെയാണ് ഗൈസ്. കണ്ട അതിന്റെ ഒരു ഹുക്ക്, നമ്മുടെ ഒരു ഹുക്ക് കാണാനില്ല. നമ്മുടെ ആദ്യത്തെ മീൻ സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ അവനെ കവറിലൊക്കെ ആക്കിയിട്ടുണ്ട്. അവ ഏകദേശം പടമായിട്ടുണ്ട്, കാരണം അമ്മാതിരിയാണ്. ഓ നല്ല രീതിയിൽ വെള്ളത്തിൽ മുക്കി വെക്കാം എന്തായാലും നമുക്ക്. പക്ഷെ വെള്ളത്തിൽ മുക്കി വെച്ചത് പോവാത്ത ഇവിടെ വെക്കാം. എന്തായാലും ഫസ്റ്റ് അടിച്ചല്ലേ നമുക്ക്. അടുത്തത് നമ്മക്ക് തന്നെ കേട്ടാ. അമ്മ പൊളി പൊളി. നമ്മുടെ റോഡും റീലില് ദേ കുട്ടി പിടിച്ച് അങ്ങനെ നമുക്ക് കിട്ടി. രണ്ടാമത്തെ അവ ഈ സെഞ്ച് തുറക്കുവോ? ഇത് കണ്ടോ കണ്ടോ. എന്നിട്ട് അറിയില്ല അറിയില്ല. പതുക്കേട്ടാ നിക്ക് നിക്ക് വേണ്ട. കൈ പൊട്ടിയോ നോക്കിയാ? ഇല്ല 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 തോന്നുന്നുണ്ട്. ഇല്ല പൊട്ടിയിട്ടില്ല. ആ പൊട്ടി. ഇതാ ഇതിങ്ങനെ ഇതിന് എടാ
അപ്പൊ എന്റെ നോക്കിയാ നോക്ക് ചോര പോത്തെ ഇവിടെ ഇതായിരിക്കും നോക്ക് എന്റെ ഉള്ളിലേക്ക് കയറി. അമ്മ നമ്മുടെ കയ്യില് രണ്ടെണ്ണം ചോര വന്ന്. നിന്റെ വരാലെന്തായാലും വായി കയറിയിട്ടുണ്ട് കേട്ടാ. അത് കുഴപ്പമില്ല. അപ്പൊ നമുക്ക് നോക്കി വെക്കാം. എന്നിട്ട് നിന്റെ വീട്ടിൽ നിക്കട്ടാ ഞാൻ പിടിക്കട്ടെ. നല്ല ശക്തി ഉണ്ട് കേട്ടോ എനിക്ക്. രണ്ടാമത് വരാലടിച്ചതില് കണ്ടോ, വരാലടിച്ചതില് നമ്മുടെ ഫ്രോഗിന്റെ അവസ്ഥ ഇതാണ്. ഇത് എങ്ങനെ ഇപ്പൊ ശരിയാക്കും? ഇത് എന്തിട്ടാ അവസ്ഥ? ആ സെറ്റായി. അടുത്തത് ഇപ്പൊ അടിക്കുന്നു വായിക്കോ. ഇപ്പൊ അടിക്കും പറഞ്ഞ അടിക്കും. എടാ അവിടെ ഒരു വലിയ ബ്രാല് മറിഞ്ഞിട്ടാ. നിക്കട്ടാ. ഓ മൈ ഗോഡ്, നിന്റെ ചാക്കിൽ തന്നെ കുടുങ്ങിയട മോനെ. എത്ര പ്രാവശ്യം മിസ്സായല്ലേ? 3 പ്രാവശ്യം നമുക്ക് മിസ്സായ. ഇതില് നമ്മൾക്ക് അവനെ പിടിക്കണം കേട്ടോ. ഗൈസ്, നമ്മൾ ഇത്രയും ദിവസം പിടിച്ച വരാല് ഫുള്ള് നമ്മൾ ഇതിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. വെയിറ്റ് നോക്കാം, നമ്മുടെ മെഷീനൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. കിട്ടി മോനെ. അപ്പൊ നിങ്ങൾ കണ്ട വീഡിയോ ഇല്ലേ, ആ വീഡിയോ നമ്മൾ ഒരു ദിവസം വൈകുന്നേരം, പിറ്റേ ദിവസം രാവിലെ, അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം, അങ്ങനെ രാവിലെ വൈകുന്നേരം 4 മണിക്കൂർ ഫിഷിങ് ചെയ്തിട്ട് നമ്മൾ ഒരു 3 മീനെ പിടിച്ചിട്ടുള്ളൂ. പക്ഷേ അതല്ല, നമ്മൾ ഒരു 2 ആഴ്ച ആ സ്പോട്ടിൽ രാവിലെയും വൈകുന്നേരം ഫിഷിങ് ചെയ്തിട്ട് നമ്മളെല്ലാവരും കൂടി എത്ര മീനാണ് പിടിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ വരുന്നതായിരിക്കും. ഇനി ഇപ്പോൾ ഫുള്ള് വീഡിയോ ആയിരിക്കും. ഞാൻ ഇത്രയും ദിവസം അതാണ് വരാൽ ഫിഷിങ്ങിൻ്റെ വീഡിയോ ഇടാതെ തരുന്നത്. കാരണം ഞാൻ ഫുൾ ഓട്ടത്തിലായിരുന്നു ഗൈസ്. ഒരു ദിവസം ഒരു 10-12 മണിക്കൂറാണ് ഈ വരാൽ ഫിഷിങ്ങിന് വേണ്ടിയിട്ട്, മീൻ ഫിഷിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചത്. അതെന്തായാലും വെറുതെ ലെഞ്ച പൊന്നെ, എനിക്കിപ്പോഴും കൊതിയായിട്ട് വയ്യ. ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി മറ്റന്നാൾ നമ്മൾ പാർട്ട് 2 ഇറക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.